40% ജനങ്ങൾക്കും പണിയില്ല, ചെറുപ്പക്കാർക്കും പണിയില്ല. ഒരു 40% ആളുകൾ, കൊലഞ്ചേരി തന്നെ 40% ആളുകൾ മൊബൈൽ ഫോൺ പിടിച്ച് എൻ്റെ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. ഏതോ ഡി കമ്പനിക്കോ ദുബായ് ഗ്രൂപ്പിനോ ദുബായ് ഗവൺമെൻറ്റോ അവർക്കൊക്കെ വേണ്ടി ജോലി ചെയ്യുക. ഡെയിലി 1000 രൂപ വെച്ച് മൊബൈൽ ഫോണായിട്ട് പുറത്തേക്ക് എടുക്കുക, ഇതാണ് പണി. അപ്പോൾ ഇവിടെയുള്ളൊരു 40% ആൾക്ക് പണി കൊടുക്കുന്നത് ഡി കമ്പനിയും ദുബായിക്കാരാണ് എന്ന് പറഞ്ഞാൽ പണിയില്ല. ബാക്കി കുറേ പേര് മറ്റേ ഇതന്നെ ഡ്രഗ്സും അതുമൊക്കെ ആയിട്ട്. മെയിൻ പ്രശ്നം കേരളത്തിൽ പണിയില്ല. അത് ഇന്ത്യ ഗവൺമെൻറ്റും കണക്കാണ്, കേരള ഗവൺമെൻറ്റും കണക്കാണ്. കേരളത്തിൽ ഒരു മനുഷ്യനും പണിയില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ പണിയില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ രാവിലെ അവരെ പണിക്ക് പോകില്ലേ. ഇത് രാവിലെ മൊബൈൽ ഫോണും പിടിച്ച ആളുകൾ പുറകെ നമ്മുടെ പുറകെ തന്നെ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് എൻ്റെ പുറകെ മൊബൈൽ ഫോണും ബൈക്കും കാറും ഇതായിട്ട് കുറേ ആളുകൾ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആർക്കും പണിയില്ല. രാവിലെ വല്ല മാഫിയക്കാരുടെ പറയുന്നതനുസരിച്ച് പുറകെ നടന്നു കഴിഞ്ഞാൽ 1000 രൂപ കിട്ടിയായിരിക്കും. അതിന് വേണ്ടി ഇങ്ങനെ പുറകെ നടക്കണം. രാവിലെ പെട്രോൾ അലവൻസും കിട്ടിയായിരിക്കും പുറകെ നടക്കാനുള്ളതിൻ്റെ. അപ്പോൾ ഈ കേരളത്തിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഒരു മംഗത്തിലും ചെയ്തിട്ടില്ല. അത് രൂക്ഷമായി വരികയാണ് ഓരോ ഇത് കഴിയുന്നതും. എനിക്ക് തോന്നുന്നത് 30-40% ആൾക്ക് ഇവിടെ ജോലി ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞത്. കുറേ പേര് ഇങ്ങനെ എൻ്റെ പുറകെ നടക്കും, കുറേ പേര് ഡ്രഗ്സിൻ്റെ അത് ഇത് വെക്കാൻ നടക്കും. ഇതൊക്കെ പണിയില്ലാത്തതാണ് പ്രശ്നം. കുറേ പേര് രാഷ്ട്രീയ പാർട്ടികളിൽ എന്ന് പറഞ്ഞ് നടക്കും. അവിടെയും കാശൊന്നും കിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും കൊടുത്താലായി. അപ്പോൾ ഈ കേരളത്തിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും പണിയില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഈ UDF വന്നപ്പോഴും LDF വന്നപ്പോഴും ഒന്നും വ്യത്യാസമൊന്നുമില്ല. ആര് വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ 20 കൊല്ലത്തിനിടയ്ക്ക് എല്ലാ പാർട്ടികളും കൂടെ ഭരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലും കേരളത്തിലും ഒരു 20 കൊല്ലത്തിലുള്ള 2007 മുതൽ 2025 കൊല്ലം കേന്ദ്രത്തിൽ 10 കൊല്ലം. കഴിഞ്ഞ 2007 മുതൽ കഴിഞ്ഞ 20 വർഷം 18 വർഷം കഴിഞ്ഞ 18 വർഷത്തിൽ ഇപ്പം എത്ര വർഷമാണ്? 11-12 വർഷം ഇതും 8 വർഷം മറ്റൊരു ആർന്നു. 2007 7 വർഷം UPA ഗവൺമെൻറ്റും കഴിഞ്ഞ 20 വർഷത്തിൽ 7 വർഷം UPA ഗവൺമെൻറ്റും 20 അല്ല കഴിഞ്ഞ 18 വർഷത്തിൽ കഴിഞ്ഞ 2007 മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ 18 വർഷത്തിൽ 7 വർഷം UPA ഗവൺമെൻറ്റും 11 വർഷം BJP ഗവൺമെൻറ്റാണ് സെൻട്രലിൽ. ഇവിടെ ഇപ്പോൾ 10 അച്യുതാനന്ദൻ്റെ 5 വർഷം 5 വർഷത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നില്ല, 1 വർഷം കുറവുണ്ട്. 4 വർഷവും അച്യുതാനന്ദൻ്റെ 4 വർഷവും മറ്റവർക്ക് UDFന് 5 വർഷം കിട്ടി ഉമ്മൻചാണ്ടിയുടെ. ബാക്കി പിണറായിയുടെ ഇപ്പോൾ എത്രയാണ് 10 കൂടുതൽ വന്ന സമയത്ത് ആരാണ്? ഞാൻ 2007 വന്നപ്പോൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. 2007 വന്നപ്പോൾ അച്യുതാനന്ദൻ തന്നെ നടന്നു. അല്ല 2007 അച്യുതാനന്ദൻ നടന്നു. 2011 വരെ അച്യുതാനന്ദൻ, 11 മുതൽ 16 വരെ പിണറായി. അപ്പോൾ 5 വർഷമേ ഉള്ളൂ മറ്റേ കേരളത്തിൽ UDF ഭരിച്ചത്. 18 വർഷം 13 വർഷവും LDF ആണ് ഭരിച്ചത്. അതിൽ 9 വർഷം പിണറായിയും ബാക്കി 5 വർഷം അച്യുതാനന്ദനും. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. തൊഴിലില്ലായ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഒരു പണിയില്ലാതെ ബൈക്കും മൊബൈലും കാറും സ്കൂട്ടറും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറകെ കിടക്കണേ. എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ അതിന് പോകും രാവിലെ. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി താമസിച്ചപ്പോൾ ഞാൻ തന്നെ വല്ല യൂറോപ്പിലും അമേരിക്കയിലാണ് ഒരു മനുഷ്യൻ നമ്മുടെ പുറകെ കിടക്കാൻ ഉണ്ടാവില്ല. കാരണം അവിടെയൊക്കെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. അല്ലെങ്കിൽ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ ഇത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അപ്പോൾ നമ്മളെങ്കിൽ അവിടെ പുറകെ നടക്കാൻ ആളുകൾ ഉണ്ടാവില്ല. കാരണം അവിടെയുള്ള ആളുകൾക്കൊക്കെ പിന്നെ ഈ ഗ്രൂപ്പ് വല്ലവരെയും കാശെടുത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയാലേ ഉണ്ടാവുള്ളൂ.
അല്ലാതെ അവിടെ ആളുകൾക്ക് പണി ഉണ്ടാവും, ഇതിന് നടക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കാനായിട്ട് ഇപ്പം കേന്ദ്രത്തിൽ നേരത്തെ ഭരിച്ച കോൺഗ്രസിനോ ഇപ്പോൾ പിടിച്ച BJPക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ നേരത്തെ ഭരിച്ച കോൺഗ്രസിനോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPMന് കഴിഞ്ഞിട്ടില്ല. തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു പ്രശ്നം. അത് അഡ്രസ്സ് ചെയ്യാനോ അത് ഒരു ഇത് ചെയ്യാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു മരം വെട്ടി തോന്നുന്നത്, തടികൾ കിടക്കുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ. ഈ ഏരിയയിലൊരു മരം വെട്ടിയിട്ടുണ്ട് ഇന്നലെ. കമ്പുകൾ താന്നു തുടങ്ങിയ വെട്ടി നിർത്തണം. ഈ ഇതിൻ്റെ പെരക്കകത്ത് കിടന്ന് ഉപയോഗമില്ലാത്ത കുറേ കസേരകളൊക്കെ എടുത്ത് പുറത്തേക്ക് തട്ടി. ഇന്നലെ 2 പ്ലാസ്റ്റിക് കസേര വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് അകത്തിട്ടിട്ട് ഇത് പഴയ കസേരകളൊക്കെ പുറത്തേക്ക് പോയി. പണ്ട് ഇവിടെ ഒരു ഫോർമേക്കയുടെ ഒരു മേശയുണ്ടാകും. അതിൻ്റെ കസേരകളൊക്കെ പോയപ്പോൾ അതിന് പകരം മേടിച്ച കുറച്ച് കസേരകളാണ് ഈ സൈഡിൽ ആംസ് ഉള്ള ഫോർമേക്കയുടെ കസേര. പണ്ട് പോയപ്പോൾ എനിക്ക് ഞാൻ 2000 കയ്യിൽ പിടിയുള്ള കസേരയില്ല, സൈഡിൽ പിടിയുള്ള ആ ഫോർമേക്കയുടെ കസേര പോയപ്പോൾ അതിന് പകരം ടെമ്പററി ആയിട്ട് മേടിച്ചിട്ടതാണ്. കയ്യിലേക്ക് കൈ വെക്കാവുന്ന ടൈപ്പ് 3 6 മേടിച്ചിട്ടു. അത് മിക്കവാറും എല്ലാം പോയിന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പുതിയ ഡൈനിങ് ടേബിൾ മേടിച്ചപ്പോൾ പഴയത് കളഞ്ഞു. പഴയ ടൈപ്പാണ്, തേക്ക് കൊണ്ടുണ്ടാക്കിയ ഫോർമേക്ക കൊണ്ടുള്ളത്. അത് പുതിയത് തന്നെ ആക്കി തന്നെ കൊടുത്തു.